നല്ല സിനിമയായിരുന്നു, നല്ലതായിരുന്നു. വളരെ സന്തോഷം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. സുഷിൻ ശ്യാമിൻ്റെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അതിനേലും കളിക്കുക, അതും നന്നായിരുന്നു. ഇത് അതിനേലും കളിക്കുക. അടിപൊളി റിയൽ സ്റ്റോറിയാണ്. അടിപൊളി മൂവി. സീൻ മാറി, മലയാള ഫിലിമിന്റെ സീൻ മാറി. ഗുഡ് സൂപ്പർ. അതിഭീകര പടം. നമ്മൾ ട്രെയിലറിൽ കാണുന്ന സീനൊന്നുമില്ല, ട്രെയിലറിൽ കണ്ട സീനല്ല, അതിനേക്കാളും അതിഭീകരമാണ് പടം. സൂപ്പർ ടെക്നിക്കലി അടിപൊളി പടം. ടെക്നിക്കലി അതായത് ബാസിയും സൗബിനും തകർത്തു. അടിപൊളി സൂപ്പർ പടം കേട്ടോ. ബെസ്റ്റ് സർവൈവ്. നമുക്ക് മലയാളികൾക്ക് സർവൈവൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട പടം. മസ്റ്റ് തിയേറ്റർ വാച്ച്. സൂപ്പർ ഗംഭീരം. ബീജിയം തകർത്ത് എല്ലാവരും. സുശീൽ ശ്യാം പുള്ളിയുടെ മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പടം, അടിപൊളി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ മഞ്ഞുമ്മൽ നിന്നുള്ള ഒരു ടീം പോയിട്ടുള്ളതാണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എല്ലാവരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പാട്ട് ഗംഭീരം. എല്ലാം ഡയറക്ഷനും സൂപ്പറായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. സ്റ്റോറിയാണ്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ശരിക്കും ഫീൽ ചെയ്യണ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. ആ മ്യൂസിക്കും എല്ലാം കൂടെ വരും. സൗബിക്ക് അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ആ മ്യൂസിക്കും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര ഇന്റൻസിറ്റി ഫീൽ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. എല്ലാവരും അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ റൂമിലൂടെ കണ്ട് എല്ലാവരും പടം കാണണം. ഇത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി ചെയ്ത പടമാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു കഥയാണ്. എല്ലാവരും പടം കാണണം. എനിക്കൊന്നും പറയാനില്ല, ഇമോഷണലാണ്. എല്ലാവരും പടം കാണണം. എങ്ങനെയുണ്ടായിരുന്നു പടം കാണാൻ? ഒരു രക്ഷയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അതിനേലും അപ്പുറം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദ ബോയ്സ് ഹാസ് ഡൺ ദ ബെസ്റ്റ് ജോബ്. ഐ ആം സ്റ്റിൽ ഔട്ട് ഓഫ് ദാറ്റ് ഷോക്ക്. അത്രയും അടിപൊളി വർക്കാണ് ഇത്. എനിക്ക് എടുത്തു പറയണമെങ്കിൽ ഷൈജുഖിൻ്റെ സിനിമാറ്റോഗ്രഫി ഹാസ് അമേസിങ്. എല്ലാം ചിതുവും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിറക്ഷൻ എവറിത്തിങ് ഇസ് ബെസ്റ്റ്. ആക്ടിങ് ആയാലും ബാസി സഫിക്ക എവറി സിംഗിൾ വൺ. അത് അടുത്തടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും പറയണം. നമ്മൾ ദ ബെസ്റ്റ് ടെക്നീഷ്യൻസും ദ ബെസ്റ്റ് ആക്ടേഴ്സുമാണ്. ദി ബെസ്റ്റ്. സിറ്റുവേഷൻ നേരിട്ടിട്ട് കാരണം നമുക്കത് എനിക്കറിയില്ല. അവർക്ക് അവരനുഭവിച്ചതിൻ്റെയൊക്കെ എന്തെങ്കിലും ചെറിയ ശതമാനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ എല്ലാവരും പടം ഇനി കാണുക. ബാക്കി ശരിക്കും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവരല്ല. സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ പടം. അതെ, സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. മാക്സിമം ഡോൾബിയിൽ അറ്റ്മോസിൽ പടം കാണാൻ ശ്രമിക്കുക. ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. എന്തെങ്കിലും പറയും വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും ചോദിക്കാനായിട്ട്. വളരെ സന്തോഷമായ, എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. ഈ കാര്യം നമ്മളത് കാണിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കുറേ അറിയില്ലല്ലോ ആർക്കും ശരിക്കും നടന്നതാണെന്നുള്ളത്. നമ്മൾ പുറത്ത് കാണിക്കാമെന്ന് പറഞ്ഞ ഫിലിമിലൂടെ അത് ഭയങ്കര വലിയൊരു കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അത് പുറത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത്, അത് ലോകം അറിയാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് നന്നായിട്ട് വർക്കൗട്ടായി. അത് നന്നായിട്ട് എല്ലാവരും കാണാൻ, അതാണ് അടിപൊളി. എല്ലാവരും കണ്ട് പടത്തിൽ വിജയിപ്പിക്കുക. അത് എല്ലാവരുടെയും ഒരാഗ്രഹമല്ലേ ഇങ്ങനെ നടന്നൊരു കാര്യം പുറത്ത് നമ്മൾ കാണിക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് ഇത് മഞ്ഞുമൽ ബോയ്സിനുള്ള ഫിലിമാണ്. ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം പുറത്തുകൊണ്ടുവരാൻ പറ്റില്ല അതിലൂടെ. താങ്ക് യു.